ഹലോ, ഇന്ന് നമുക്കൊരു പ്രോഗ്രാമിനകത്ത് എങ്ങനെ ഒരു ഫയൽ സേവ് ചെയ്യാം, സേവ് ചെയ്ത ഫയലുകൾ നമ്മൾക്ക് അതിൻ്റെ തന്നെ വേറൊരു പകർപ്പ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാം, അതേപോലെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ക്ലോസ് ചെയ്യാം, ഫയലുകളെ മാത്രമായിട്ട് എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ MS വേഡിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു ഫയൽ എങ്ങനെ പുതിയത് നിർമ്മിക്കാമെന്നും നിർമ്മിക്കപ്പെട്ട ഫയലുകൾ വീണ്ടും എങ്ങനെ നമുക്ക് തുറക്കാമെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടറിൻ്റേതായിട്ടുള്ള ഏത് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുമ്പോഴും ആ പ്രോഗ്രാമിനകത്ത് നമ്മളൊരു ഫയൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അത് പലതരത്തിലുള്ളതായിരിക്കും. ചിലപ്പോൾ ഒരു ഡ്രോയിങ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മളെടുത്ത നമ്മുടെ ക്യാമറയിലെടുത്ത ഒരു ഫോട്ടോയോ വീഡിയോയോ എഡിറ്റ് ചെയ്തതാവാം. അതെല്ലാം എന്താണ്, കമ്പ്യൂട്ടറിൽ നടക്കുന്ന ഒരു പ്രവർത്തനവും അത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫയലുമായിട്ടാണ് നമ്മൾ എപ്പോഴും അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഒരു ഫയല് സേവ് ചെയ്യാൻ സഹായിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമാൻഡാണ് സേവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സിമ്പൽ ഇതാണ്. ഈ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഫയലിനെ സേവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഷോർട്ട് കട്ട് കീസുകളുണ്ട്. അപ്പം എല്ലാ ഷോർട്ട് കട്ട് കീകളും നമ്മൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ എപ്പോഴും ഓർമ്മയിലെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്താണ് നമുക്കിപ്പോൾ ടച്ച് സ്ക്രീനും അതേപോലെ തന്നെ ഈ സിമ്പലുകൾ മൗസ് ഉപയോഗിച്ചൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്തു തീർക്കുന്നത്. അല്ലെങ്കിൽ ഈ കമാൻഡുകളെല്ലാം നമ്മുടെ മെമ്മറിയിൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം പെട്ടെന്ന് സ്പീഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന കമാൻഡുകൾ നമ്മൾ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലിയുടെ വേഗത കൂടുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ജോലി ഭാരം കൂടുതലുള്ള ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് കീകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗതയിൽ ജോലി ചെയ്ത് സമയബന്ധിതമായിട്ട് നമുക്ക് ഫയൽ തീർത്ത് നമ്മുടെ സീനിയേഴ്സിന് നമുക്കത് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹയർ അതോറിറ്റിയെ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ജോലി തീർത്ത് നമുക്ക് വീട്ടിൽ പോകാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം മൊത്തം ജോലി ചെയ്താലും നമുക്ക് തന്നിരിക്കുന്ന ഓഫീസ് ടൈം കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ജോലി തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജോലി വളരെ വേഗതയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നത് തന്നെ, അല്ലേ? ഇപ്പം 10 പേര് ചെയ്യേണ്ട ജോലി നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കപ്പെടുന്ന ഒരാളും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലേക്ക് കമ്പ്യൂട്ടർ വന്നപ്പം നമ്മളെല്ലാവരും സമരം ചെയ്തത്. കാരണം നമ്മുടെ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്കൊരു ഓഫീസിൽ 10 പേര് ചെയ്തുകൊണ്ടിരുന്ന ജോലി നമുക്ക് നേരെ തിരിച്ച് കമ്പ്യൂട്ടറിൻ്റെ സഹായം വരുമ്പോൾ അത് 1-2 പേരെ കൊണ്ട് 2-3 കമ്പ്യൂട്ടറും 2-3 പേരെ വെച്ച് 10 പേര് ചെയ്യുന്നത് നേരെ തിരിച്ച് അതിൻ്റെ 4-1 നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. വളരെ വേഗതയിൽ ചെയ്യാൻ പറ്റും, കൃത്യത ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജുകളുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാം ഓപ്പൺ ചെയ്ത്, ഫോർ എക്സാമ്പിൾ വേഡ് ആയിക്കോട്ടെ, എക്സൽ ആയിക്കോട്ടെ, പവർ പോയിൻ്റ് ആയിക്കോട്ടെ, ടാലി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള കമ്പ്യൂട്ടറിനകത്തുള്ള പ്രോഗ്രാംസുകൾ ഓപ്പൺ ചെയ്താലും അതിൽ നിർമ്മിക്കപ്പെടുന്നതെല്ലാം ഫയലുകളായിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ സഹായിക്കപ്പെടുന്ന ഒരു കമാൻഡിനെ നമുക്ക് സേവ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്താൽ മതിയാവും. അതിന് ഒന്നുകിൽ നമ്മൾ Ctrl+S എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഐക്കണുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിൻ്റെ സ്ക്രീനിലുണ്ടാവും, അതെടുത്ത് ഉപയോഗിച്ചാൽ മതി. അടുത്തത് അതേ സെയിം പർപ്പസ്, പക്ഷേങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ വ്യത്യാസമാണ്. കമ്പ്യൂട്ടർ ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ തയ്യാറാക്കിയ ഒരു ഫയലിൻ്റെ ഒരു പകർപ്പൂടെ നമ്മൾക്ക് ഒന്നുകിൽ ഒരു പോർട്ടബിൾ യൂണിറ്റിലേക്ക്, ഫോർ എക്സാമ്പിൾ USB മാറ്റി സേവ് ചെയ്യുക, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മറ്റൊരു ഏരിയയിലേക്ക് മാറ്റി സേവ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ഫയലിൻ്റെ പേര് മാറ്റി മറ്റൊരു പേരിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് സേവ് ആസ് യൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ മനസ്സിലാക്കേണ്ടത് സേവ് ആസിൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ ഒന്ന്, ഒരിടത്തു നിന്ന് മറ്റൊരു ലൊക്കേഷനിൽ മാറ്റി സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. 2, നമുക്ക് നമ്മുടെ ഈ ഫയലിൻ്റെ തന്നെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ഒരു പകർപ്പോ സേവ് ചെയ്ത് സൂക്ഷിക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്ത പേര് കമ്പൽസറി മാറണം. പുതിയ പേര് കൊടുത്താലേ നമുക്ക് മറ്റൊരു പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അടുത്ത മൂന്നാമത്തെന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിച്ച പല പ്രോഗ്രാമുകളും ഇതിനകത്തും ക്രിയേറ്റ് ചെയ്ത ഫയലുകൾ ആ പ്രോഗ്രാമിൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ
നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഫയലുകളെയും നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി ആ പ്രോഗ്രാമിൻ്റെ സഹായമില്ലാതെ തയ്യാറാക്കപ്പെടുന്ന ഫയലാക്കി മാറ്റാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ PDF എന്ന് പറയുന്നത്, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫോർമാറ്റ് എന്നാണ് അതിന് മീൻ ചെയ്യുന്നത്. PDF, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. അതാകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് ആ പർട്ടിക്കുലർ പ്രോഗ്രാം തന്നെ വേണമെന്നില്ല. MS വേഡിൽ ഉപയോഗിച്ച പ്രോഗ്രാമിനെ ഫയല് തുറക്കണമെങ്കിൽ MS വേഡ് തന്നെ വേണം. എന്നാൽ PDF എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറോ അല്ലെങ്കിൽ PDF വ്യൂവർ പോലെയുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാമിൽ വളരെ വേഗതയിൽ നമുക്കത് തുറന്നു കാണാൻ കഴിയുന്നു. അങ്ങനെയുള്ള രീതിയിലേക്ക് ഫയലുകളെ മാറ്റാനും നമ്മൾക്ക് സേവ് അസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. സേവായി സേവാസായി രണ്ടും ഡിഫറൻ്റ് ആണ്. ഒരു പുതിയ ഫയൽ എടുത്ത് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് മാറ്റുക എന്നുള്ള പ്രവർത്തനം എപ്പോഴും സേവ് കമാൻഡാണ്. ഒരു തവണ സേവ് ചെയ്ത ഫയലിനെ മാത്രമേ നമ്മൾക്ക് സേവ് ആസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും അതേപോലെ തന്നെ അതിൻ്റെ വേറൊന്നിലേക്ക് മാറ്റി സേവ് ചെയ്യാനും അതല്ലെങ്കിൽ മറ്റൊരു ഫയലിൻ്റെ ഫോർമാറ്റിലേക്ക് മറ്റൊരു പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാനും നമുക്ക് സഹായിക്കുന്നത് സേവ് ആസ് ആയിരിക്കും. പുതിയ ഫയൽ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സേവ് എന്ന് പറയുന്ന കമാൻഡിലായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഫയലിന് പേര് കൊടുക്കുമ്പം 2 പാർട്ടുണ്ടാവും. പ്രൈമറി നെയിം ഉണ്ടാവും, സെക്കൻഡറി നെയിം. പ്രൈമറി നെയിമിൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് ആണ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് പ്രൈമറി നെയിം. സെക്കൻഡറി നെയിം നമ്മൾ തയ്യാറാക്കുന്നത് ഏത് പ്രോഗ്രാമിനാണോ ഫയൽ, ആ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നെയിം ആയിരിക്കും വരുന്നത്. അത് കമ്പ്യൂട്ടർ തനിയെ കൊടുക്കുന്നതാണ്, അത് നമ്മൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം ഈ 2 കമാൻഡുകൾ സേവാസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഏത് പ്രോഗ്രാം ഉപയോഗിക്കുമ്പോഴും ഇത് ആവശ്യമാണ്. അടുത്ത 2 കമാൻഡുകളെന്ന് പറയുന്ന ഒന്ന് ക്ലോസ് ആൻഡ് എക്സിറ്റ്. ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കറൻ്റ്ലി നമ്മളൊരു പ്രോഗ്രാമിൽ ഓപ്പൺ ചെയ്തിട്ട് ആ പ്രോഗ്രാമിനകത്തേക്ക് നമ്മൾ ഫയൽ മാത്രം ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ബട്ടൺ യൂസ് ചെയ്യുക. അതിന് ഇങ്ങനെ ഒരു ബട്ടൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ മെനുവിനകത്ത് തന്നെ ക്ലോസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് അടക്കം ചെയ്തിട്ടുണ്ടാവും. അതേ അവസരത്തിൽ ഫയലും നമ്മുടെ പ്രോഗ്രാമിനെയും കൂടെ ഒന്നിച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എക്സിറ്റ് അല്ലെങ്കിൽ കിറ്റ്. അത് ഓരോ പ്രോഗ്രാമിലും വ്യത്യസ്തമായിരിക്കും. ചിലടത്ത് കിറ്റാണെങ്കിൽ ചിലടത്ത് എക്സിറ്റ് ആയിരിക്കാം. ഡിഫറൻറ്റ് ഒന്നുമില്ല, സെയിം തന്നെ ക്ലോസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിനകത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഫയലും. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബൈ മിസ്റ്റേക്കിൽ പെട്ടെന്ന് ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഡു യു വാണ്ട് ടു സേവ്. അവിടെ നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ലൂസാവുന്നു. നമ്മൾ വീണ്ടും ഒന്നേന്ന് തന്നെ നമ്മളത് ലോസായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, അത് റീ ഓപ്പൺ ചെയ്യാൻ കഴിയത്തില്ല. വീണ്ടും നമ്മൾ ഒന്നേന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പലപ്പോഴും ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന ഓഫീസുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പലരും ബൈ മിസ്റ്റേക്കിൽ അബദ്ധത്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കത്തില്ല, നോ അടിക്കുമ്പോൾ കംപ്ലീറ്റ് ആ ഫയൽ പോയി. അവർ ചിലപ്പോൾ ഒരു വർഷമെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയ ഫയലായിരിക്കാം. ചിലപ്പോൾ അത് ഫയൽ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്കത് വീണ്ടും ഒന്നേന്ന് ആ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് സേവ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾ എസ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം തരുന്ന ഡയലോഗ് ബോക്സിനകത്ത് നമ്മൾ ആ ഫയലിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫയൽ നെയിം ടൈപ്പ് ചെയ്യുക. നമുക്ക് തയ്യാറാക്കിയ മാറ്റവുമായി ബന്ധപ്പെട്ട പേരായിരിക്കണം എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ഫയൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ബട്ടൺ യൂസ് ചെയ്യാം. പ്രോഗ്രാമും ഫയലും ഒന്നിച്ച് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിറ്റോ അതല്ലെങ്കിൽ എക്സിറ്റോ, അത് മെനുവിലായിരിക്കും നമുക്കത് വരുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ MS വേഡിന് അകത്ത് പുതിയ ഫയലുകളും ആൾറെഡി സേവ് ചെയ്ത ഫയലുകളും എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു തന്നത്. ഏതെല്ലാ പ്രോഗ്രാമിനും നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് MS വേഡ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോഴേ എനിക്ക് വരുന്ന ആദ്യ സ്ക്രീൻ ഇതുപോലെയുള്ള ഒരെണ്ണമായിരിക്കും. അത് നമ്മുടെ വേഡിൻ്റെ പ്രോഗ്രാമിനെ സംബന്ധിച്ച് കുറേ ടെംപ്ലേറ്റ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫയലുകളുടെ ഫോർമാറ്റുകളാണ്. ഇപ്പം നമുക്കൊരു ബയോഡേറ്റ തയ്യാറാക്കണം, ഒരു CV ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെംപ്ലേറ്റുകൾ നമ്മൾക്കിവിടെ ഉണ്ട്. അതല്ല ഒരു കലണ്ടറാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രതി. അപ്പം നമ്മൾ പുതിയതായിട്ടൊരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റുകൾ ഇവിടെ നിലവിലുണ്ട്. മോർ ടെംപ്ലേറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റർ, ഇപ്പം നമുക്കൊരു ലെറ്ററാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് അറിയില്ല, എങ്ങനെയാണ് ഒരു ലെറ്റർ ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്കത് മോർ ടെംപ്ലേറ്റിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ തരും. അതല്ല ഒരു കവറിംഗ് ലെറ്റർ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ നമുക്കൊരു ബയോഡേറ്റ അല്ലെങ്കിൽ ഒരു കരിക്കുലം വിറ്റ ഉണ്ടാക്കുക,
CV ഉണ്ടാക്കുക, അതിനെല്ലാമാണ് ബയോഡേറ്റ തന്നെയാണ് കരിക്കുലം വിറ്റ ആയാലും CV എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളതിൻ്റെ ഫോർമാറ്റ് ഇവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് തന്നെ കമ്പ്യൂട്ടർ തന്നിരിക്കുന്നു. അങ്ങനെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമാറ്റുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ടെംപ്ലേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ MS വേഡ് തുറന്നപ്പോൾ എനിക്ക് വന്ന ഫസ്റ്റ് സ്ക്രീൻ ഇതാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഫയൽ പുതിയതാണോ, അതല്ല ഒരു ഫോർമാറ്റിൽ നമ്മൾ നിലവിലുള്ള ഒരു ഫോർമാറ്റ് അടിച്ച് മോഡിഫൈ ചെയ്യാനാണോ, അതല്ല നിങ്ങൾക്ക് ആൾറെഡി സേവ്ഡ് ആയിരിക്കുന്ന ഒരു ഫയൽ എടുക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് റീസെൻ്റ്ലി യൂസ് ചെയ്ത ഫയലുകളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. റീസെൻ്റ്ലി യൂസ്ഡ് അല്ലാത്ത ഫയലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത മെമ്മറിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫയലിനെ തുറക്കാൻ കഴിയും. തൽക്കാലം എനിക്ക് വേണ്ടുന്നത് ഒരു ബ്ലാങ്ക് ഫയലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് പറയുക. അപ്പോൾ MS വേഡിൽ തയ്യാറാക്കപ്പെടുന്ന ഫയലുകളെല്ലാം ഡോക്യുമെൻറ്റുകളാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലാങ്ക് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് MS വേഡിൻ്റെ സ്ക്രീൻ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന MS വേഡിനകത്തുള്ള പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ MS വേഡിൻ്റെ സ്ക്രീനിനെ കുറിച്ച് ഞാൻ പൊതുവായിട്ടുള്ള ഒരു വിശദീകരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുക. ദയവേത് നിങ്ങളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരോടും പറയുക ഇത് വാച്ച് ചെയ്യാനായിട്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നതാണ്. ഇപ്പം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോകളായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ വീഡിയോകളിലും ഇപ്പോഴത്തെ വീഡിയോയിലും കണ്ട കമാൻഡുകളൊന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ പറഞ്ഞ പുതിയൊരു വീഡിയോ ഫയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. മൗസിൻ്റെ ബട്ടൺ നമ്മുടെ ടൂൾ ബാറിൽ ഉണ്ടാവും. ആ മൗസിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോന്നും എന്താണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുതിയ ഫയലാക്കാൻ വേണ്ടിയിട്ട് ന്യൂ എടുക്കുക, ആൾറെഡി കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലാക്കിയിരിക്കുന്ന ഫയൽ എടുക്കാൻ വേണ്ടി ഓപ്പൺ എടുക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് സേവാസ്, അതേപോലെ നമ്മൾ തയ്യാറാക്കിയ ഫയൽ ഇമെയിലായിട്ടോ അതല്ലെങ്കിൽ ഫാക്സ് ആയിട്ടോ ഡയറക്റ്റ് നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഐക്കണുകളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പഴയകാല കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമുകളിലെല്ലാം MS വേഡോ എക്സലോ ഒക്കെ നമ്മൾ തുറക്കുമ്പോൾ അതിൽ ടൂൾ ബാറുകളെന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. നമുക്കത് അറേഞ്ച് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഏതൊക്കെ ബട്ടണുകൾ വേണം വേണ്ട എന്നുള്ളത് അവിടെ സൈഡിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്, കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പുതിയൊരു ഫയൽ തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഐക്കൺ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് പുതിയൊരെണ്ണമാണ്, അതായത് സേവ് ചെയ്യാൻ വേണ്ടി ഈ ഐക്കണാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പുതിയ ഫയലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആൾറെഡി സേവ് ചെയ്ത ഫയലാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ചോദിക്കും നമ്മുടെ അടുത്ത് ഏത് ഫയൽ എവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ സേവ് ചെയ്തേക്കുന്ന ഫയലുകൾ വിവിധ ലൊക്കേഷനുകൾ ലെഫ്റ്റ് സൈഡിലുണ്ടാവും. അവിടെ നിന്ന് നമ്മളത് കാണിച്ചു കൊടുത്താൽ മതി. ഏത് ഫയൽ എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ MS വേഡിൻ്റെ ഫയലുകൾ മാത്രമേ നമുക്ക് ഇവിടെ MS വേഡിൽ നിന്നുകൊണ്ട് തുറക്കാൻ കഴിയുള്ളൂ. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. അവിടെ നിന്ന് ഫയൽ കൊടുത്ത് സെലക്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഫയൽ ഇവിടെ നമുക്ക് ഓപ്പണായി വരും. അപ്പോൾ അതേതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ചിലത് MS വേഡിൻ്റെ ഫയലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണാക്കാൻ കഴിയില്ല, അതവിടെ എറർ കാണിക്കും. ചിലത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലെല്ലാം പരസ്പരം നമുക്ക് മറ്റ് പ്രോഗ്രാമിൻ്റെ ഫയലുകളെയും നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ തുറക്കാം. പക്ഷേങ്കിൽ അതേ രീതിയിലുള്ളതായിരിക്കത്തില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത് മറ്റൊരു പ്രോഗ്രാം വഴി തയ്യാറാക്കിയ ഒരു ഫയലാണ്. അത് MS വേഡിനകത്ത് ഓപ്പൺ ആവാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ MS വേഡ് ട്രൈ ചെയ്യുന്നുണ്ട് അത് തുറക്കുവാൻ വേണ്ടിയിട്ട്. ഇതാണ് മറ്റൊരു പ്രോഗ്രാമിൽ തയ്യാറാക്കിയ MS വേഡിനകത്ത് ഓപ്പൺ ആക്കിയ ഒരു ഫയലാണിത്. ഇത് കൺവേർട്ട് ചെയ്തിട്ടാണ്, അതായത് അതിനെ മാറ്റം വരുത്തിയാണ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫയൽ നമ്മൾക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഇതിനെ ക്ലോസ് ചെയ്യാനുള്ള സംവിധാനം ഫയൽ മെനുവിൽ നമ്മൾ നോക്കുക. അവിടെ ക്ലോസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് ഫയൽ മാത്രമായിട്ട് ക്ലോസ് ആവും, പ്രോഗ്രാം അവിടെ തന്നെ നിലനിൽക്കും. ഇപ്പോൾ കണ്ട നമ്മുടെ പഴയ സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതാണ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ അവസരത്തിൽ നമ്മൾ ഇന്ന് കണ്ട മറ്റൊരു കമാൻഡായിരുന്നു കിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കുക, നമുക്ക് പ്രോഗ്രാം അവിടെ ഉണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ വേടെന്ന് എഴുതിയിരിക്കുന്ന ഒരു മെനു ഉണ്ടാവാം. ആ
മെനുവിനകത്ത് പോയി കിറ്റ് വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫയല് പ്രോഗ്രാമും എല്ലാം ക്ലോസ് ആവും. പക്ഷേ എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത് സേവ് ചെയ്യണോ വേണ്ടയോ എന്ന് കമ്പ്യൂട്ടർ നമ്മളോട് ചോദിച്ചിട്ടേ ക്ലോസ് ആവത്തുള്ളൂ. ഇൻ കേസ് നമുക്കത് സേവ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നോ പറഞ്ഞേക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സേവ് പറഞ്ഞ് ഫയൽ നെയിം കൊടുക്കണം. ഇപ്പം നമ്മളിത് കിറ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴെനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് മെയ്ഡ് ടു ദ ഡോക്യുമെൻറ്റ് 1. അതായത് ഞാൻ പറഞ്ഞു MS വേഡ് തുറക്കുമ്പം കമ്പ്യൂട്ടർ തന്നെ ആ ഫയലിനൊരു പേര് കൊടുക്കുന്നുണ്ട്, ഡോക്യുമെൻറ്റ് 1. ഒരു തവണ ആദ്യം തുറന്നു കഴിഞ്ഞാൽ അത് ഡോക്യുമെൻറ്റ് 1 ആവുന്നു. അടുത്ത പുതിയത് വീണ്ടും തുറന്നു കഴിഞ്ഞാൽ അത് 2, 3, 4, 5 എന്ന് പറഞ്ഞിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് സേവ് വേണമെന്നുണ്ടെങ്കിൽ സേവ് കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ ഡോണ്ട് സേവ് പറയുക. നമുക്കൊന്നും ചെയ്യേണ്ട, തിരിച്ച് പഴയ സ്ക്രീനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കുക. ഇപ്പം ഞാൻ സേവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ വരും. അവിടെ നമ്മൾ സേവ് ചെയ്യേണ്ട ഫയലിൻ്റെ പേര് കൊടുക്കുക. അവിടെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ചില ചിഹ്നങ്ങളും ചില അഡീഷണലായിട്ട് വരുന്ന ചില ഐറ്റംസുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫയലിൻ്റെ പേരുകളായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് പെർസെൻറ്റേജ് സിമ്പിളോ ഡോളർ സിമ്പിളോ ക്വസ്റ്റ്യൻ മാർക്കോ ഒന്നും നമുക്ക് ഫയലിൻ്റെ പേരായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ സേവാസ് എന്ന് പറയുന്ന ഫയലിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം അത് ഏത് തരത്തിലുള്ള ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക. ഇതേത് തരത്തിലുള്ള ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. നമുക്കിപ്പം MS വേഡിൻ്റെ പ്രീവിയസ് വെർഷനിലേക്ക് സേവ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് ഈ വേഡിൻ്റെ ഫയലിനെ ഒരു PDF ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ ഫോർമാറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കണം. ഒന്ന്, നമ്മൾ ഏത് പേരിലാണ് നമ്മുടെ ഫയലിനെ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. 2, അത് എവിടെ സേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് നമ്മുടെ ഫയലിനെ തുറക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഡോക്യുമെൻറ്റിൽ വേണമെങ്കിൽ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ഞാൻ പറഞ്ഞു, ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഫയൽ സേവ് ചെയ്ത് സൂക്ഷിക്കരുത്. കമ്പ്യൂട്ടറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ളതൊക്കെയാണ് സാധാരണ ഡിലീറ്റ് ആയി പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് സേഫ് സൈഡായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഡിസ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തായിട്ട് നമ്മുടേതായ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ അവിടെ തന്നെ ന്യൂ ഫോൾഡർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേക ഒരു ഷെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഫയലുകൾ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓരോരോ ഫോൾഡറാക്കി തയ്യാറാക്കി അവരുടെ ഫയലുകൾ കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ നമുക്ക് പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഓർത്തിരിക്കണം എവിടെയാണ് അത് സേവ് ആകുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഡിസ്കിൽ എവിടെയാണെന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പോൾ ന്യൂ ഫോൾഡർ വേണമെങ്കിൽ ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അവിടെയും നമ്മൾ ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണ് നമ്മുടെ ഫോൾഡറിൻ്റെ പേര്, നമ്മുടെ വർക്കുമായി റിലേറ്റഡ് പെട്ട ഫോൾഡർ ആണെങ്കിൽ അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്ത് ക്രിയേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ ആ ഫോൾഡറിനകത്തേക്കായിരിക്കും അത് പോകുന്നത്. എന്നിട്ട് ഫയലിൻ്റെ പേര് കൊടുക്കുക, ഏത് ടൈപ്പ് വേണം. അപ്പോൾ PDF ആണെങ്കിൽ PDF എന്നാക്കി കൊടുക്കുക. അതിനുശേഷം വരുന്ന അഡീഷണൽ ഓപ്ഷൻസ് ഒന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട. നമ്മൾ താഴെ അത് ബെസ്റ്റ് ഫോർ പ്രിൻ്റ് ചെയ്യുന്നതിന് വളരെ നല്ല ക്ലാരിറ്റി ഉള്ള പ്രിൻ്റ് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് എക്സ്പോർട്ട് പറയുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയല്, അപ്പോൾ ഫയൽ സൈസും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഒരു മെസ്സേജ്, ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് എററുകൾ വരും. അത് നമ്മൾ തയ്യാറാക്കിയ ഫയലിൻ്റെ സൈസും പേജിൻ്റെ സൈസും മാർജിനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ്. അത് പ്രോപ്പർലി നമ്മൾ വായിച്ച് നോക്കി മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് സേവ് ആക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എസ് കൊടുക്കുക. ഇതിപ്പം വേറൊരു ഫോർമാറ്റിലേക്കാണ് സേവ് ആയതുകൊണ്ട് ഡയറക്റ്റ് ക്ലോസ് ആവുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് ആൾറെഡി സേവ്ഡ് ആയിട്ടുണ്ട്, ടെംപ്ലേറ്റായിട്ട്. വേർഡായിട്ട് സേവ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. കിറ്റ് വേർഡ് കൊടുക്കുന്നു. അപ്പം ഞാൻ ഡോണ്ട് സേവ് പറയുകയാണ്. ഫയൽ സേവ് ആകാതെ ഈ പ്രോഗ്രാം നമുക്ക് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ ദയവായി വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അത് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള
ബെൽ സിമ്പൽ ഓൺ ആക്കിയിട്ടേക്കാം. ഓക്കെ.